സദ്ഗുരുഭ്യോ നമഃ. ശ്രീരാമചന്ദ്രായ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അധ്യാത്മരാമായണ പാരായണം 5-ാം ദിവസം. ശ്രീരാമ അഭിഷേക വിഘ്നം തുടർച്ച. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യൈ സമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളവധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുപരം തരാം. നീ എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം ഭരിച്ചുകൊണ്ടാലും നീ. ഭർതൃവാക്യം കേട്ടു നീയുമന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടൂ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടോരു കാർകൂന്തൽ അഴിച്ചിട്ട് ഭൂമീനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയേ മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോളവും ഞാനിവിടെ കിടന്നിടുവൻ. അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു വരദനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി
നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകമ്പുക്കരുളിടിന. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിരീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാം അവൾ ഇന്നങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമൻ മനസ്സേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുചൊല്ലെന്തിതു വല്ലഭേ. നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതുമല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർദ്ധപതിയാക്കി വയ്പ്പനവനെ ഞാൻ. അർദ്ധവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. ബധ്യന നൂനമബധ്യനാക്കിയിടുവൻ ബധ്യനാക്കിയിടാമബധ്യന വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമീ ജീവന്തമഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നൂടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ട് അന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കനതു രണ്ടും. ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും.
ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റത്തി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം വരാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കരാ ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവമുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോഴുര ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പൂ ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാം. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടിനാൾ. ഭ്രാന്തനം നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവിരാജാ ദശരഥനത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടൊലാം. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യായി. ചെന്നാലരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയ ശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റേ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരം. നേരമുള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവர்களுം അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടതഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും
വാരണവാജിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതിരമ്യ മകരായുധ മണികുണ്ടല സമ്മുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിപീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിയിടും ഊരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്ന് കമഠപ്രവരനും കുമ്പിടുന്നോരു പുറപടി ശോഭയും അംഭോജതുല്യമാമംഘ്രിതലങ്ങളും ജംബാരിരത്നം തൊഴും തിരുമേനിയും ഹാരഘടകവലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൽ കഴുത്തിൽ തിരത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം. മാനസത്താരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വണീടിനാർ പുരവാസികളാദരാ. വിച്ഛിന്ന അഭിഷേകം. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മനസ്സേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭൂതാ ഭൂപതേ രാജരാജേന്ദ്രപ്രവരാജയ ജയ. ഇച്ഛം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്ത് വന്നിച്ചു നിന്നപ്പോൾ എത്രയോ ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയാ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ
ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യഞാനിക രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദിയേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാത്മാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ തെന്നെടുത്താശ്ലേഷവും ചെയ്ത് സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന്. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും, കാരണം താത ദുഃഖത്തിനു നീ തന്നെ. പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസിനി നിരൂപിക്കലെളുതിനി താതന് ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ, അത് ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലേ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതൻ അറിക നീ. സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതെന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചന ശൂലാഭിഗതനായ മേദിനീ ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, അതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ല എനിക്കേതും, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിയ നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി തെറ്റിൽ എനിക്കെന്നറിക നീ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിതൃർമലമെന്നു ചൊല്ലുന്നു സജ്ജനം, യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കയോമ്യഹം, സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ
താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം പരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനീ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായത്, ചെയ്യുക അഭിഷേകം ഭരതനു. ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തത് എന്നോട് ചൊല്ലാഞ്ഞു പിതാവ്, അത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിന് ഏറ്റമെഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കെന്നു വിധിക്കയാൽ, ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, സ്ത്രീജിതനായതികാമുകനായൊരു രാജാധവനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാ, അല്ലായെങ്കിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാധുനാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിത്തരം പലജാതി പറയുകയും കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചുരഘൂത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിതൻ തഥാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ? സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നീടുക, സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. യതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പൂമതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം ബുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്തതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളേബരം മന്ദമന്ദ
കുന്തം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മീ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാമമ്മയ്ക്കു മൽപ്പിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ടുപോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവവംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിൽ അന്തർമുദാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. ഇത്തം പറഞ്ഞ് ലോകത്രയം തദ്രുഷാദഗ്ധമാറ് സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സനാനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവനാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാഘ്രയുക്മാരവെന്ദ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയ വന്ദാരു വൃന്ദ മന്ദാര ദാരൂപം.